നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, മൊബൈൽ ഫോൺ റീചാർജ് നിരക്കുകൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകൾ വരുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ ജീവിതം കൂടുതൽ ചെലവേറിയതാക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോയും എയർടെല്ലും മൊബൈൽ റീചാർജ് നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ വർഷം ജൂലൈയിലും ഈ കമ്പനികൾ റീചാർജ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും വർധനവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വിവരം. കഴിഞ്ഞ ജൂലൈയിൽ എയർടെലും ജിയോയും ഒക്കെ നിരക്ക് കൂട്ടിയപ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയത് ആരാണെന്നറിയാമോ? BSNL. അതെ, എയർടെലിന്റെയും ജിയോയുടെയും കുറെ കസ്റ്റമേഴ്സിനെ BSNL കൊണ്ടുപോയി. വർദ്ധിച്ച നിരക്ക് താങ്ങാനാവാതെ പലരും സിം പോർട്ട് ചെയ്ത് BSNLിലേക്ക് മാറുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ടെലികോം കമ്പനികൾ റീചാർജ് കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അറിയാമോ? എങ്കിലൊന്ന് അറിഞ്ഞു വെച്ചോളൂ. 5G സേവനങ്ങൾ വ്യാപകമായതോടെ ആളുകളുടെ ഡേറ്റ ഉപയോഗം കുത്തനെ കൂടി. സിനിമ കാണാനും ഓൺലൈൻ ഗെയിം കളിക്കാനും കൂടുതൽ ഡേറ്റ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കമ്പനികളുടെ വരുമാനം കൂട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവർക്ക് വേണ്ടത്ര വരുമാനം ലഭിക്കുന്നില്ലെന്നാണ് അവരുടെ വാദം. കമ്പനികൾ പറയുന്നത് ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ കൂട്ടേണ്ടത് അത്യാവശ്യമാണെന്നാണ്. ഇത് അവരുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സഹായിക്കുമത്രേ. ചുരുക്കി പറഞ്ഞാൽ, ഉപയോഗ രീതിക്ക് അനുസരിച്ച് ടെലികോം കമ്പനികൾ വല വിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഭാരം ആരുടെ തലയിലാണ് വീഴാൻ പോകുന്നത്? നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ. എല്ലാ മാസവും ഒരു മിനിമം റീചാർജ് ആവശ്യമാണ്. പലരും അവരുടെ ഡേറ്റ ഉപയോഗം കൂടി പരിഗണിച്ചാണ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത്. ഡേറ്റ കൂടി വരുമ്പോൾ നല്ലൊരു തുകയാണ് മൊബൈൽ റീചാർജിനായി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ അവരുടെ ബഡ്ജറ്റിൽ അത് വലിയൊരു മാറ്റം വരുത്തും. ചിലപ്പോൾ ഉപഭോക്താക്കൾക്ക് ഡേറ്റ ഉപയോഗം കുറയ്ക്കേണ്ടി വന്നേക്കാം. പഠനത്തിനും ജോലിക്കും എന്റർടൈൻമെന്റിനും ഒക്കെ ഓൺലൈൻ ലോകത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കമ്പനികളുടെ വരുമാനം കൂട്ടാനുള്ള ഈ നീക്കം സാധാരണക്കാരുടെ കീശ കാലിയാക്കുമെന്ന് ചുരുക്കം. ഇത് ചെറിയൊരു പ്രശ്നമല്ല, രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം എയർടെലും ജിയോയും നിരക്ക് കൂട്ടിയപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും നേട്ടമുണ്ടാക്കിയത് BSNL തന്നെയായിരുന്നു. വർദ്ധിച്ച നിരക്കുകൾ താങ്ങാനാവാതെ വന്ന ഉപഭോക്താക്കളിൽ പലരും BSNLിലേക്ക് മാറി. ഇപ്പോൾ വീണ്ടും നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലൂടെ സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുമെങ്കിലും ഇത് BSNLിന് മറ്റൊരു സുവർണാവസരം കൂടിയാണ്. വരുമാനം കൂട്ടാൻ ലക്ഷ്യമിട്ട് ടെലികോം കമ്പനികൾ നടത്തുന്ന ഈ തന്ത്രങ്ങൾ ജനങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തെ കൂടുതൽ ചെലവേറിയതാക്കും. ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന ആവശ്യമായി മാറിയ ഈ കാലഘട്ടത്തിൽ റീചാർജ് നിരക്കുകളുടെ ഈ വർധനവ് ജനങ്ങളുടെ ബജറ്റിനെ സാരമായി ബാധിക്കും. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. കമ്പനികളുടെ വരുമാന തന്ത്രങ്ങൾ സാധാരണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.